محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സ്തുതിച്ചുകൊണ്ട്, റബ്ബിനെ സ്മരിച്ചുകൊണ്ട് മുന്നേറുവാനാണ് വിശ്വാസികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും സൗകര്യങ്ങളുമെല്ലാം വർദ്ധിക്കുന്ന സമയത്ത് സത്യവിശ്വാസിയുടെ പ്രാർത്ഥന അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്. അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും, നിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ഒരു നന്മ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും നേരിടുന്ന സന്ദർഭത്തിലും അല്ലാഹുവിൻ്റെ പ്രവാചകൻ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും എന്നാണ്. അല്ലാഹുവിൻ്റെ അടുക്കൽ ഹംദ് എന്ന ഒരു ഭവനം ലഭിക്കുന്ന ഒരു വിശ്വാസിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ആ അടിമയുടെ മകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നേരത്തെ തന്നെ റബ്ബിലേക്ക് വിളിച്ചു. ആ മരണവാർത്ത കേട്ട സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറയുകയാണ്, അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിനക്ക് സർവസ്തുതിയും
നിന്നിലേക്കാകുന്നു ഞങ്ങളുടെ എല്ലാം മടക്കം, എല്ലാം നിനക്കുള്ളതാകുന്നു. ആ മനുഷ്യനാണ് ഇബ്നി ലി ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ഭവനം നീ പണിതു നൽകണം. യുഖാലു ലഹു ബൈത്തുൽ ഹംദ്, ആ ഭവനത്തിന്റെ പേര് അൽ ഹംദ് എന്നുള്ളതായിരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്നോ സ്വന്തം ശരീരത്തിൽ നിന്നോ ഒന്നും തന്നെ നിങ്ങൾക്ക് ബാധിക്കുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, അത് സംഭവിക്കുന്നതിന്റെ മുമ്പ് എല്ലാം അല്ലാഹുവിന്റെ രേഖയിൽ രേഖപ്പെടുത്തി വെച്ചതല്ലാതെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതല്ലാത്ത ഒരു പരീക്ഷണവും ഈ ഭൂമിയിൽ നിന്നോ സ്വന്തം ശരീരത്തിൽ നിന്നോ നമുക്ക് ഉണ്ടാകുന്നില്ല. മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ, അതൊക്കെ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം നടക്കുന്നതിന് മുമ്പ്, അതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളത് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന ദാലിക അലല്ലാഹി യസീർ, നിസാരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിനാണ് ആ രൂപത്തിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്? ലികൈല തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതിൽ നിങ്ങൾ വല്ലാതെ ഖേദിക്കാതിരിക്കുവാൻ, നിങ്ങൾ ആശങ്കപ്പെടാതിരിക്കുവാൻ, നിങ്ങൾക്ക് മാനസികമായ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, റബ്ബിന്റെ വിധിയാണ്, അള്ളാഹ് നിശ്ചയിച്ചതാണ് എന്ന് പറയുന്ന സമയത്ത് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ആശ്വാസം അതിനു വേണ്ടിയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ, നിങ്ങൾക്ക് കിട്ടാതെ പോയതിൽ ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. വലാ തഫറഹു ബിമാ ആതാകും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിങ്ങൾ വല്ലാതെ സന്തോഷിക്കാതിരിക്കാനും ആഹ്ലാദം പ്രകടിപ്പിക്കാതിരിക്കാനും വേണ്ടിയാണ്. ജീവിതത്തിന്റെ ഹൈറുകളും ബർക്കത്തുകളും അതേപോലെയുള്ള അനുഗ്രഹങ്ങളും ഓരോന്നും സൗകര്യങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ അതിൽ നിങ്ങൾ ഓവറായിട്ട് അമിതമായ രൂപത്തിൽ നിങ്ങൾ അതിനെ ആസ്വാദനങ്ങളിൽ മുഴുകി അതിൽ അമിതമായ ആഹ്ലാദങ്ങൾ പ്രകടിപ്പിക്കേണ്ടതില്ല. ഒക്കെ അള്ളാഹു പരീക്ഷണമായി കൊണ്ട് നമുക്ക് നൽകുന്നതാണ്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കാരികളായ ധിക്കാരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ജീവിതത്തിന്റെ 2 അനുഭവങ്ങളും വലനബുലൂക്കും ബിൽ ഖൈരി വശർരി ഫിത്ന, ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മൾ കരുതുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്ന സമയത്താണ് അതിനെ മാത്രം പരീക്ഷണം എന്ന് പറയും. ഒരാൾക്ക് കുട്ടികളില്ല എങ്കിൽ ആ കുട്ടികളില്ലാത്ത മനുഷ്യനെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് അവരോട് പറയും അള്ളാഹുവിന്റെ തീരുമാനമാണ്, റബ്ബിന്റെ പരീക്ഷണമാണ് എന്ന്. അതിനേക്കാളേറെ അള്ളാഹു നമ്മെ പരീക്ഷണമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും ഉള്ളതാണ് ഫിത്ന എന്ന് അള്ളാഹു പറയുന്നു. കടങ്ങൾ കൊണ്ട് വലയുന്നവനോട് ധാരാളം സമ്പത്തുള്ളവൻ അവനെ ആശ്വസിപ്പിക്കുകയാണ് എങ്കിൽ നേരെ തിരിച്ചാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു കഹ്ഫിലെ ആയത്തുകൾ നമ്മൾ ഇപ്പോൾ ഓതി വെച്ചതാണ്. അവിടെ അള്ളാഹു പരീക്ഷണങ്ങൾ 2 രൂപത്തിലും ഒരു മനുഷ്യന് ധാരാളമായി 2 തോട്ടങ്ങളും കൃഷിയിടങ്ങളും പുഴകളും ഒക്കെ നൽകിയിട്ട് ഒരുത്തനെ പരീക്ഷിക്കുന്നു. അവന്റെ സുഹൃത്തിനെ ഒന്നും നൽകാതെയും പരീക്ഷിക്കുന്നു. 2ഉം പരീക്ഷണമാണ്. ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാകുന്നതും വലനബുലൂക്കും, നിങ്ങളെ അള്ളാഹു പരീക്ഷിക്കും ബിൽ ഖൈരി വശർരി ഫിത്ന. ഒരാൾ അന്ധനായി കണ്ണ് കാണാതെ തപ്പിത്തടഞ്ഞുകൊണ്ട് വഴിയിലൂടെ നടക്കുമ്പോൾ അവന്റെ ഒരു പരീക്ഷണം എന്ന് പറയും. യഥാർത്ഥത്തിൽ കണ്ണുള്ള നമ്മളാണ് ഏറെ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നത്. റബ്ബിന്റെ അടുക്കൽ എത്തുന്ന സമയത്താണ് ഈ കണ്ണുകൊണ്ട് നാം കണ്ടതിനെ കുറിച്ചൊക്കെ റബ്ബ് ചോദിക്കുന്ന സമയത്ത് അതിനൊക്കെ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയുമ്പോൾ കണ്ണായിരുന്നു നമ്മുടെ പരീക്ഷണം എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നതും. അപ്പോ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ വലനബുലൂക്കും, നിങ്ങളെ നാം പരീക്ഷിക്കും
ബിൽ ഖൈരി വശർരി ഫിത്ന, ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകും. ഈ ജീവിതത്തെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെയും ജീവിതത്തെയും മരണാനന്തരം ഒരു ജീവിതത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതും ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് ഏറ്റവും നന്നായി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന്, അവന്റെ പ്രവർത്തനത്തെ നന്നാക്കുന്നത് എന്ന് അവനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. വഹുവൽ അസീസുൽ ഗഫൂർ, അവൻ പ്രതാപവാനാണ്. നമ്മൾ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ റബ്ബ് എത്രയോ പ്രതാപവാനാണ്. നമ്മൾ പാപികളാണ്, തിന്മകൾ സംഭവിച്ചു പോകുന്നുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുത്തു തരുന്നവനാണ്. ജീവിതത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത് പരീക്ഷണമായി കൊണ്ടാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹ വഅലൈഹി മിൻ ഖതീഅ. ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിൻ, സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പരീക്ഷണങ്ങൾ അവന്റെ ശരീരത്തിലും വവലദിഹി അവന്റെ സന്താനങ്ങളിലും വമാലിഹി അവന്റെ സമ്പത്തിലും അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. ലാ യസാലു, ഒന്നിന് പുറകെ മറ്റൊന്നായിക്കൊണ്ട്, അതല്ലെങ്കിൽ എല്ലാം കൂടി അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ, വമാ അലൈഹി ഖതീഅത്തുൻ, ഒരു പാപവും അവനിൽ അവശേഷിക്കാത്ത രൂപത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഓരോന്നിലും, സമ്പത്തിലും ശരീരത്തിലും നമ്മുടെ മക്കളിലും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരീക്ഷണങ്ങൾ നൽകുന്നതാണ് എന്നും അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്താ ശൗകത യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ ഹതായാഹു. മാ യുസീബുൽ മുസ്ലിമ, ഒരു മുസ്ലിമിനെ ബാധിക്കുകയില്ല. മിൻ നസബിൻ, ഒരു ക്ഷീണം, അവനൊരു ജോലി ചെയ്ത് അവനൊരു ക്ഷീണം സംഭവിച്ചു, അവനൊന്ന് നടന്ന് അവനൊന്ന് ക്ഷീണിച്ചു, അധ്വാനിച്ചു, ക്ഷീണിച്ചു. മിൻ മുസ്ലിമിൻ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ, അതേപോലെയുള്ള ക്ലേശങ്ങളും പ്രയാസങ്ങളും മാനസികമായും ശാരീരികമായും അവന് ഏതൊരു തരത്തിലുള്ള ദുഃഖങ്ങൾ, എന്തിനെയെങ്കിലും കുറിച്ച് ആലോചിച്ച് ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് അവന് വല്ല മാനസികമായ ടെൻഷനുകളും ഉണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചതിന്റെ പേരിൽ, ഉറ്റവരുടെ മരണത്തിന്റെ പേരിൽ, അപകടത്തിന്റെ പേരിൽ, മറ്റേതെങ്കിലും പ്രയാസങ്ങളുടെ പേരിൽ അവന് വല്ല ദുഃഖത്തിലുമാണ് എങ്കിൽ, വല അത, ഒരു ഉപദ്രവവും അവന് ഏൽക്കുന്നില്ല, വല ഗമ്മിൻ ഹത്ത ശൗകത യുശാഖുഹ, ഏതുവരെ ഒരു മുള്ള് അവന് തറക്കുകയാണെങ്കിൽ പോലും അത് മുഖേന ഇല്ല കഫറല്ലാഹു ബിഹാ മിൻ ഖതായ, അവന് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങളെ പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ് ഹാഫിദ് ഇബ്നു റജബ് പറയുകയാണ്. കുല്ലു മാ യുഅലമുൻ നുഫൂസ്, ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ പറയുന്നു, എല്ലാ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളും വയുശഖു അലൈഹ, അതിന്റെ മേൽ അവൻ അനുഭവിക്കുന്ന ഏതൊരു ക്ലേശവും പ്രയാസവും ഫഇന്നഹു കഫാറത്തുൽ ലിദുനൂബ്, അവന്റെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാ മിൻ മുസ്ലിമിൻ യുസീബു അദം മിൻ മറദിൻ അവ മാ സിവാ ഇല്ലാ ഹത്താ അല്ലാഹു മിൻ സയ്യിആതിഹി കമാ തഹുത്തു അഷ്ജറതു വറഖഹാ. മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദ, ഒരു മുസ്ലിമിനെ ഒരു രോഗത്തിൽ നിന്ന്, അതല്ലെങ്കിൽ അതേപോലെയുള്ള പ്രയാസത്തിൽ നിന്ന് അവന് ബാധിക്കുന്നില്ല, ഒരു വിഷമവും ഒരു പ്രയാസവും അവന് നേരിടുന്നില്ല. ഇല്ലാ ഹത്തല്ലാഹു ബിഹി സയ്യിആതിഹി, അവന്റെ പാപങ്ങൾക്ക് അത് മായ്ച്ചു കൊടുത്തിട്ടല്ലാതെ, അത് അള്ളാഹു കൊഴിച്ചു കളഞ്ഞിട്ടല്ലാതെ, കമാ തഹുത്തു അഷ്ജറതു വറഖഹാ, മരത്തിൽ നിന്ന് ഇലകൾ കൊഴിയുന്നത് പോലെ അവൻ അനുഭവിക്കുന്ന ഓരോ വേദനകൾക്കും ഓരോ പ്രയാസങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയാണ്. ഉമ്മു അലാ റളിയല്ലാഹു അൻഹ ഖാലത്ത് ദആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅന മരീള, ഞാൻ രോഗിയായിരിക്കെ എന്നെ സന്ദർശിക്കുവാൻ
എന്നെ കാണുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. എന്നിട്ട് പറഞ്ഞു, അബ്ശിരി യാ ഉമ്മു അല, ഏ ഉമ്മു അല, നിങ്ങൾ സന്തോഷിക്കുക. ഫഇന്ന മറളൽ മുസ്ലിം, ഒരു മുസ്ലിമിന് രോഗം ബാധിച്ചിട്ടുണ്ട് എങ്കിൽ യുദ്ഹബുല്ലാഹു ബിഹി ഖതായ, അവന്റെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. കമാ തുദ്ഹിബിൻ നാറു ഹബ്സൽ ദഹബി വൽ ഫിദ്ദ, സ്വർണ്ണത്തിൽ നിന്ന് വെള്ളിയിൽ നിന്ന് അതിനെ തീയിലിട്ട് ചൂടാക്കി അതിൽ നിന്ന് അഴുക്കുകളെ, അതിന്റെ കേടുകളെ മാറ്റി അതിനെ പരിശുദ്ധമാക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമിന് രോഗം ബാധിക്കുന്ന സമയത്ത് അതിലൂടെ അവന്റെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ് എന്നും ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ ഉമ്മു സായിബ് ഔ ഉമ്മു മുസയ്യിബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു മുസയ്യിബിന്റെ അടുക്കലേക്ക് ചെന്നു. മാലക്കി, എന്ത് പറ്റി നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. യാ ഉമ്മു മുസയ്യിബ്, അല്ലെങ്കിൽ ഉമ്മു സായിബ്, നിങ്ങളെല്ലാം വല്ലാതെ വിറയ്ക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വല്ലാതെ നിങ്ങൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, കാലത്തിൽ ഹുമ ലാ ബാറക്കല്ലാഹു ഫീഹാ, വല്ലാത്ത ശക്തമായിട്ടുള്ള പനിയാണ്. അള്ളാഹ് എനിക്കൊരു ബർക്കത്തും നൽകിയിട്ടില്ല, എനിക്കൊരു അനുഗ്രഹവും നൽകിയിട്ടില്ല. പടച്ചവൻ വല്ലാതെ എന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അതിലൊരു അനുഗ്രഹവുമില്ല എന്ന് ആ പനിയെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ലാ തസുബ്ബി, നീ ചീത്ത പറയരുത്, നീ ശപിച്ചു പറയരുത്, നീ ആക്ഷേപിക്കരുത്. അൽഹുമാ, ഈ പനിയെ നീ ആക്ഷേപിക്കരുത്. فإنها تذهب خطايا بني آدم كما يذهب الكير حبس الحديد, ഇരുമ്പിൽ നിന്ന് അതിന്റെ അഴുക്കിനെ ശുദ്ധീകരിക്കുന്നത് പോലെ ആദമിന്റെ സന്തതികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബാധിക്കുന്ന പനിയിലൂടെ അവരുടെ പാപങ്ങൾക്കുള്ള പരിഹാരമായി പാപങ്ങളെ ശുദ്ധീകരിക്കുന്നു എന്ന് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു മുസയ്യിബിനോട് പറയുകയാണ്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി അതിനെക്കുറിച്ച് പറയുന്നു, ഹാദിഹിൽ അസ്ഖാമു വൽ ബലായ വൽ ഔജാഉ കുല്ലമാ കഫാറത്തുൽ ലിദുനും, നാം അനുഭവിക്കുന്ന രോഗങ്ങൾ, പരീക്ഷണങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, അതൊക്കെ നമ്മുടെ പാപങ്ങൾക്ക്, കഴിഞ്ഞുപോയ പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. വമവാഇദുൽ ലിൽ മുഅ്മിനീൻ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വല്ല രോഗവും ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് മറ്റുള്ളവർക്ക് അതിൽ ചില ഗുണപാഠങ്ങളുണ്ട്. മവാഇദുൽ ലിൽ മുഅ്മിനീന ഹത്താ യതഅല്ലൂ ബിഹാ, അതിൽ നിന്ന് നമ്മൾ അതിലൂടെ ചില പാഠങ്ങൾ ഉൾക്കൊള്ളുവാനുണ്ട്. ഇന്ന് ഒരാൾക്കൊരു അപകടം പറ്റിയിട്ടുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ ഒരു രോഗം പിടിപെട്ടിട്ടുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ ജീവിതത്തിന്റെ എന്തെങ്കിലും പ്രയാസങ്ങൾ അവൻ നേരിടുന്നുണ്ട് എങ്കിൽ, ഇന്ന് അവൻ നാളെ ഞാൻ എന്നുള്ളതാണ്. നമ്മളും അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഇന്ന് അനുഭവിക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആ ശരീരത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി, ജീവിതത്തിന്റെ സൗകര്യങ്ങൾ, അനുഗ്രഹങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ആരാണ് ഏറ്റവും കൂടുതൽ റബ്ബിനോട് ചോദിക്കേണ്ടത്? രോഗികളാണോ? അല്ല, ആരോഗ്യമുള്ളവരാണ്. കാരണം ഇന്നലെയുടെ ആരോഗ്യമുള്ളവരാണ് ഇന്നത്തെ രോഗികൾ. ഇന്നലെ ആരോഗ്യമുള്ളവരാണ് ഇന്നത്തെ രോഗികൾ. ഇന്ന് ആരോഗ്യമുള്ളവരാണ് നാളത്തെ രോഗികൾ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയായി, ഒരുപക്ഷെ പെട്ടെന്നുള്ള മരണങ്ങൾക്കായിരിക്കും, അതല്ലെങ്കിൽ പെട്ടെന്നുള്ള അപകടങ്ങൾക്കായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്നുള്ള രോഗങ്ങൾക്കായിരിക്കും, അതേപോലെയുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കും, ജീവിതത്തിന്റെ മക്കളെ കൊണ്ടുള്ള പരീക്ഷണങ്ങളിലായിരിക്കും, പലതുമായിരിക്കും സംഭവിക്കുന്നത്. അതൊക്കെ വിശ്വാസികൾക്ക് മവാഇദുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുള്ള പാഠമാണ്. അതിൽ ചില ഗുണപാഠങ്ങളുണ്ട്. ഹത്താ യതഅല്ലൂ ബിഹാ, അതിൽ നിന്ന് ചില ഉപദേശങ്ങൾ നാം സ്വന്തത്തോട് സ്വീകരിക്കുവാനുണ്ട്. വയർജിഉ ബിഹാ ഫീ മുസ്തഖ്ബിലിൻ അലിസയ്യി മാ കാനൂ അലൈഹി, അതെന്തിനാണ്? നമ്മളുള്ള പാപങ്ങളിൽ നിന്ന് നാം നിലനിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ മാറ്റാതെ വെച്ചിട്ടുള്ള ചില ദുശ്ശീലങ്ങൾ, ചില സ്വഭാവങ്ങൾ, ചില മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിൽ നിന്ന് നമ്മൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് വേണ്ടിയുള്ള പാഠങ്ങൾ അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനുണ്ട് എന്ന് ഇതിനെ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി അതിനെ കുറിച്ച് പറയുകയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പറയുന്നതായിട്ട് പറയുകയാണ്, ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ അബ്ദ ഇദാ സബഖത ലഹു മിനല്ലാഹി മൻസില. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് വലിയ സ്ഥാനം അവന്റെ അടുക്കൽ, റബ്ബിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അവന് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. വലം യബ്ലുഉഹാ ബിഅമലിഹി, എന്നാൽ അതിനു മാത്രമുള്ള പ്രവർത്തനങ്ങളൊന്നും അവനിൽ നിന്ന് കാണുന്നില്ല. ആ സ്ഥാനം അവന് നൽകാനുള്ള പ്രവർത്തനങ്ങൾ അവനിൽ നിന്ന് കാണുന്നില്ല. അങ്ങനെ അല്ലാഹു ഇബ്തലാഹു ഫീ ജസദിഹി ഔ ഫീ മാലിഹി ഔ ഫീ വലദിഹി, അങ്ങനെ വരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, ആ സ്ഥാനം നേടുവാനുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ ഇല്ലാതെ വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരീക്ഷിക്കും. അവന്റെ ശരീരം കൊണ്ട്, ഔ ഫീ മാലിഹി, അല്ലെങ്കിൽ അവന്റെ സമ്പത്ത് കൊണ്ട്, ഔ ഫീ വലദിഹി, അല്ലെങ്കിൽ അവന്റെ സന്താനങ്ങളിലൂടെ അവനെ പരീക്ഷിക്കുമെന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഉന്നതമായ സ്ഥാനം ഉദ്ദേശിച്ചത് കൊണ്ടാണ് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നാം മുന്നേറുക എന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യുവാനുള്ള. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ ഇഖാമത്തുസ് സ്വലാ, നമസ്കാരം ജമാഅത്തായിട്ടുള്ള അവന്റെ നമസ്കാരം, അതേപോലെ തന്നെ അവന്റെ ദാനധർമ്മങ്ങൾ, അതേപോലെ തന്നെ നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, അങ്ങനെ ജനങ്ങൾക്കിടയിൽ സൽക്കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള അവന്റെ പരിശ്രമങ്ങൾ, അതിലൂടെയൊക്കെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾക്ക് അതൊരു പരിഹാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ജീവിതത്തിൽ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഇറങ്ങുവാൻ അത് കാരണമായി തീരും എന്നുള്ളതും മനസ്സിലാക്കുക. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നുള്ള ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങൾ അവൻ അനുഭവിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യുൻ നാസി അശദ്ദുൽ ബലാ, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചതാരാണ്? മിൻ ഉമ്മത്തി, ആരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചത്? അൽ അംബിയ, അംബിയാക്കന്മാരാണ്. സുമ്മൽ അംസൽ, പിന്നെ അതിനോട് കിടപിടിക്കുന്നവർ, അതിന് താഴെയുള്ളവർ. വയുബ്തലിർ റജുലു അലാ ഹസ്ബി ദീനിഹി, ഓരോരുത്തരുടെയും പരീക്ഷണം അവന്റെ ദീനിന്റെ, ഈമാനിന്റെ സ്ഥൈര്യത്തിനനുസരിച്ച്, ആ ഈമാനിന്റെ ശക്തിക്കനുസരിച്ച് കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും. വഇൻ കാന ഫീ ദീനിഹി റിഖ, അവന്റെ ദീൻ, അവൻ ലോലനാണ് എങ്കിൽ, അത്രമാത്രം കടുത്ത കരുത്തൊന്നും അവന്റെ ഈമാനിനില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ആ പരീക്ഷണത്തിലും കുറവ് വരുത്തുന്നതാണ്. അസ്ബദീനിഹി കമാ യബ്റഹുൽ ബലാഉ ബിൽ അബ്ദി ഹത്താ യത്റുകഹു വയംശി അലാ, അങ്ങനെ ഈമാനില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങൾ അവരെ കൊണ്ട് താങ്ങാൻ സാധിക്കുകയില്ല. ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏത് വലിയ പരീക്ഷണങ്ങളും ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് എന്റെ റബ്ബുണ്ട് എന്ന് ആ പ്രഖ്യാപനത്തോടുകൂടി, ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നുള്ള സയഹദീൻ, അവനൊരു മാർഗം എനിക്ക് കാണിച്ചു തരും, അതിനുള്ള കരുത്ത് നൽകും. കാരണം അവർക്ക് ഉന്നതമായിട്ടുള്ള പ്രതിഫലമുണ്ട്, അവരുടെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന സമയത്ത് ഈ പരീക്ഷണങ്ങൾ ഏറ്റ മനുഷ്യർ, അവൻ ഈ ഭൂമിയിൽ ഒരു പാപവും ചെയ്യാത്തവനായി, അവന്റെ പാപങ്ങൾക്കുള്ള പരിഹാരമായി അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്നതാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഏറ്റവും കൂടുതൽ പരീക്ഷണം പ്രവാചകൻ അനുഭവിച്ച അവസാന സമയത്ത് രോഗം ബാധിച്ചപ്പോ ഏറ്റവും കടുത്തതായ, ഏറ്റവും നന്നായി വേദന അനുഭവിച്ചിട്ടുള്ള ആളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി, തന്റെ അടിമയെ കുറിച്ച് അൽ ഖൈറ,
ഒരാൾക്ക് അള്ളാഹു ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ദുനിയാവിൽ അവനുള്ള ശിക്ഷ അള്ളാഹു പെട്ടെന്ന് നൽകുന്നതാണ്. ഒരു അടിമയെ കുറിച്ച് അള്ളാഹു അവനോട് ഒരു നന്മയും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അവൻ അവന്റെ പാപങ്ങളിൽ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ആ പാപങ്ങളുടെ പേരിൽ അള്ളാഹു അവനെ പിടികൂടുകയില്ല. അന്ത്യദിനത്തിൽ അവന് അത് പൂർത്തിയാക്കി നൽകുന്നത് വരെ പരലോകത്തെത്തുമ്പോഴായിരിക്കും അത്തരം ആളുകളെ അള്ളാഹു പിടികൂടുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിന് ഇഷ്ടമുള്ളവരെ അവരുടെ പാപങ്ങളുടെ പരിഹാരമായി കൊണ്ട് ദുനിയാവിൽ തന്നെ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരീക്ഷണങ്ങൾ നൽകുന്നതാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും നമ്മൾ മറ്റുള്ളവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ അതേപോലെയുള്ള പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ നാം നിർവഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന ലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ നഹ്മദുഹു വനുസല്ലിമു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ ഉസീകും ഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീ കടന്നു വരികയുണ്ടായി. അതിനെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകർ ചോദിച്ചു, അലാ ഉരീകം ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? അതാ ഇബ്നു അബി റബാഹ് അദ്ദേഹം പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, സ്വർഗാവകാശിയായ ഒരു സ്ത്രീയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? അപ്പോൾ അവർ പറഞ്ഞു, അതെ. ഖാല ഹാദിഹി ഇംറഅത്തുൻ സൗദാ, ആ കറുത്ത പെണ്ണിലേക്ക് നിങ്ങൾ നോക്കുക, അവൾ സ്വർഗത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അവൾ അത്തത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ അടുക്കൽ വന്നു. ഫഖാലത്ത് ഇന്നി അസ്റ, എന്നിട്ടൊരു പരാതി പറയുകയാണ്, ഞാൻ ഒരു അപസ്മാര രോഗമുള്ളവരാണ്. വ ഇന്നി അതകശഫു ഫഅദഉല്ലാഹ ലി, ഞാൻ അപസ്മാരമെടുത്ത് വീഴുന്ന സമയത്ത് എൻ്റെ ഔറത്തുകളൊക്കെ വെളിവാകാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, ആ രോഗമൊന്ന് മാറുന്നതിന് വേണ്ടി. അപ്പൊ പ്രവാചകൻ തിരിച്ചു ചോദിച്ചു, ഇൻ ശിഅതി സബർതി വലകിൽ ജന്ന, നീ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ, നീ ക്ഷമിക്കുകയാണ് എങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. വ ഇൻ ശിഅതി ദഅഉതുല്ലാഹ അൻ യുആഫി, അതല്ല നീ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രോഗം അതിന് ശമനം നൽകും. അപ്പോൾ അവൾ പറഞ്ഞു, അസ്ബിർ, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. ഫഖാലത്ത് ഇന്നി അതകശഫ് ഫദഉല്ലാഹ അല്ലാ അതകശഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഞാനൊരു പെണ്ണാണ്, ആളുകളുടെ ഇടയിൽ വീഴുന്ന സമയത്ത് എൻ്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, രോഗം അവിടെ നിൽക്കട്ടെ. ആ സ്വർഗത്തിന് വേണ്ടി അവർ ക്ഷമിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അവരെ കുറിച്ചാണ്, ആ സ്വർഗത്തിലെ സ്ത്രീയെ കാണുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടുള്ളത്. ധാരാളം മാതൃകകൾ സത്യവിശ്വാസിയുടെ പ്രത്യേകതയായിട്ട്, അജബല്ലി അംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. ഇന്ന അംറുഹു കുല്ലുഹു ഖൈർ, അവന്റെ കാര്യമെല്ലാം ഖൈറാണ്. ഫലൈസ ദാലിക ലിഅഹദിൻ ഇല്ലൽ മുഅ്മിൻ, മുഅ്മിൻ അല്ലാതെ അങ്ങനെ സാധിക്കുകയില്ല. ഇൻ അസാബതുഹു സറാഉ ശകറ, ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമ്പോൾ നന്ദിയുള്ളവരായിരിക്കും. വഇൻ കാനത് ഫകാന ഖൈറൻ ലഹു, അത് അവന് ഗുണകരമാണ്. വഇൻ അസാബതുഹു ലറ,
ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുമ്പോ സ്വബറ, അവൻ ക്ഷമയുള്ളവനായിരിക്കും. വകാന ഖൈറൻ ലഹു, അതും അവന് ഗുണകരമാണ്. ഒരു അടിമ ഇദാ മറൽ അബ്ദു, അവൻ രോഗിയാകുന്നു, ഔ സാഫറ, അല്ലെങ്കിൽ യാത്ര പോകുന്നു എങ്കിൽ കൂതിബ ലഹു മിസ്ല മാ കാന യഅമലു മുഖീമൻ സ്വഹീഹ, അവന് ആരോഗ്യമുള്ള സമയത്ത് അവൻ നാട്ടിലിരുന്നപ്പോ എങ്ങനെ അവൻ എന്തെല്ലാം കാര്യങ്ങൾ ഇബാദത്തുകളായി സൽക്കർമ്മങ്ങളായി അവൻ പ്രവർത്തിച്ചോ, ജമാഅത്തുകൾക്ക് വന്നോ, അവൻ അതേപോലെയുള്ള സൽക്കർമ്മങ്ങൾ എത്രമാത്രം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ, അതൊക്കെ തന്നെ അവനിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി രേഖപ്പെടുത്തുന്നതാണ് എന്നാണ്. ആ റസൂലുള്ളാഹി അമ്പിയാക്കന്മാരുടെയൊക്കെ പ്രാർത്ഥനകളിൽ കാണാം. അയ്യൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ രോഗശയ്യയിൽ 18 വർഷത്തോളം അദ്ദേഹം ആ പ്രയാസം അനുഭവിച്ചിട്ടും റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുള്ള അൻത അർഹമുർ അന്നി മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമിൻ റബ്ബേ, എനിക്കൽപ്പം പ്രയാസം നേരിട്ടിട്ടുണ്ട് റബ്ബേ, നീ വലിയ കാരുണ്യമുള്ളവൻ, കരുണ ചെയ്യുന്നവനാണ് എന്നുള്ള ആ പ്രാർത്ഥന ആ വിശുദ്ധ ഖുർആൻ നമുക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാം സമ്പത്തിനാലും മക്കളാലും ശരീരത്താലും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹം പരീക്ഷിക്കപ്പെട്ട സമയത്തും അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ലാ തഖ്നുതു മിർ റഹ്മത്തില്ലാ, റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും ഒരു നിരാശയും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഏത് രോഗങ്ങൾക്കും വഇദാ മരിൽതു വഹുവ യശ്ഫീൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാ രോഗങ്ങളും പരിപൂർണമായിട്ടും ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മോടൊപ്പം സൽക്കർമ്മങ്ങളിൽ മുന്നേറുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനസ്സിൽ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കൊക്കെ അത് പരിപൂർണമായിട്ടും അല്ലാഹു നീക്കി തരുമാറാവട്ടെ. എല്ലാ പരീക്ഷണങ്ങളെയും നേരിടുവാനുള്ള കരുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥിക്കുവാൻ ധാരാളം ആളുകൾ ഓപ്പറേഷൻ തിയേറ്ററുകളിലും അതേപോലെ തന്നെ ആക്സിഡന്റും മറ്റുമൊക്കെ പറ്റിയിട്ട് ഗുരുതരമായ രോഗങ്ങൾ ശരീരത്തിന് ബാധിച്ചിട്ട് തുടർ ചികിത്സകളിലുള്ളവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അല്ലാഹു അവരുടെ രോഗത്തിന് പരിപൂർണമായ ശമനം നൽകി ആ കുടുംബത്തിന് അല്ലാഹു